പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ സ്തുതിക്കുന്നപ്പ, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു നാഥ. ത്രിയേക ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു ഈശോനാഥ. ഇന്ന് ഞങ്ങൾക്കൊരു ദിവസം ദാനമായി തരികയും പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെ ഞങ്ങൾക്കുള്ളവരെ, ഞങ്ങൾ ഓർക്കുന്നവരെ, ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നവരെ, ഇപ്പോൾ ഞങ്ങളെ കേൾക്കുന്നവരെ എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് കാവലും തുണയുമായി അവിടുന്ന് കൂടെ ആയിരിക്കണമേ. അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കോട്ട കെട്ടി സംരക്ഷണം തരണമേ നാഥ. ഇന്ന് ഞങ്ങൾക്ക് ഭൗതികമായ നന്മകൾ തന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, ഈശോനാഥ, ഞങ്ങളിതാ ഉറങ്ങുവാൻ പോകുന്നു. ഞങ്ങൾക്ക് നല്ല നിദ്ര തന്ന് അനുഗ്രഹിക്കണമേ അപ്പ. ഒരു അന്ധകാര ശക്തികളോ പൈശാചിക തന്ത്രങ്ങളോ വിഷജന്തുക്കളോ പ്രാണികളോ ഞങ്ങളെയോ ഞങ്ങൾക്കുള്ളവരെയോ ഞങ്ങളെ ഓർക്കുന്നവരെയോ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയോ ദൈവമക്കളെയോ തൊടുവാൻ ഇടയാക്കാതെ വണ്ണം അവിടുന്ന് കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കള്ളന്മാരോ ഒരു അക്രമികളോ ഞങ്ങളുടെ ഭവനങ്ങളിലോ കാമ്പൗണ്ടുകളിലോ കടന്നു വരുവാനോ നോട്ടം വയ്ക്കുവാനോ ഇടവരാതെ വണ്ണം എൻ്റെ കർത്താവിൻ്റെ സംരക്ഷണം കൂടെ ഇരുന്ന് അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് കോട്ട കെട്ടി ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഒരു തിരുവചനം വായിക്കാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് 1 പത്രോസ് എഴുതിയ ലേഖനത്തിൽ നിന്നുമുള്ള വാക്യങ്ങളാണ് വായിക്കുന്ന തിരുവചനം നമുക്ക് കിടക്കയിലിരുന്ന് 5 മിനിറ്റ് നേരം ധ്യാനിച്ച് ഈശോയോട് പ്രാർത്ഥിച്ച് ഇന്ന് ചെയ്ത പാവങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് നാളൊരു ദിവസം ദൈവം നമുക്ക് തരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ദിവസമാക്കി തരുവാനും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കുരിശടയാളം വരച്ച് കിടക്കാം. 1 പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും 1-ാം അധ്യായം. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ്, പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും യേശുക്രിസ്തുവിന് വിധേയരായിരിക്കുന്നതിനും അവൻ്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനും വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരും ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി പോന്തീസിലും ഗലാത്തിയായിലും കപ്പത്തോക്കിയായിലും ഏഷ്യയിലും ബിഥിയാനിയായിലും പ്രവാസികളായി ചിതറിപ്പാർക്കുന്നവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധമായി ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യ അതിരേകത്താൽ യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്ക് നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ആമേൻ.